ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. ഞങ്ങൾ മോന്തനെ ഒരിക്കലും ശത്രുവായിട്ട് കാണില്ല. മോന്തന് പറയാനുള്ള ഏത് കാര്യവും പാർട്ടി കേൾക്കും, സഹാവിനെ പോലെ കേൾക്കും. അതിന് പരിഹാരമുണ്ടാക്കാൻ പാർട്ടിക്ക് എല്ലാ മാർഗവും സ്വീകരിക്കാൻ പറ്റും. ഒരിക്കലും ഞങ്ങൾ മോന്തനെ ഒരു ശത്രുവായിട്ടോ മറുഭാഗത്തെ ആളായിട്ടോ കാണില്ല. ഇത്രയും വർഷം മോന്തൻ സ്നേഹിച്ച പാർട്ടിയെ എന്തെങ്കിലും പേരിൽ തള്ളിപ്പറയുമെന്നോ ശത്രുപാളയത്തിലെ ഒരു ആളായിട്ട് ബോധം മാറുമെന്നോ ചിന്തിക്കാൻ പാർട്ടിക്കാകുന്നില്ല. എല്ലാ തലങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബോധനെ കാണാനും കേൾക്കാനും സംസാരിക്കാനും ഒരുക്കമായിരിക്കും. എല്ലാ തലങ്ങളിലും. ഒപ്പം തന്നെ പാർട്ടിക്കൊപ്പം തന്നെ സി.സി. മോഹൻ ഉണ്ടാകും എന്ന് നേതൃത്വം കരുതുന്നു. അതിനപ്പുറം എന്താ പറയേണ്ടത്? അതൊക്കെ ചിലപ്പോൾ ആ നിമിഷത്തിൻ്റെ ഒരു വിക്ഷോഭത്താൽ പറയുന്നതായിരിക്കും. അതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തില്ല, ഉണ്ടാകുകയില്ല. അവർക്കെല്ലാം ആരെയും വിളിക്കാമല്ലോ. അത് നമ്മൾ തടസ്സം പാടുന്നു. അതൊക്കെ പാർട്ടിക്ക് വിട്ടു തരിക. അതൊക്കെ പാർട്ടിക്ക് വിട്ടു തരിക. അതൊന്നും ഉണ്ടാവില്ല. ഞങ്ങളെ മൂന്നിനോട് സംസാരിച്ചോളാം. അത് നിങ്ങൾ മുഖേനയല്ല. ഒന്നുമില്ല. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലേ കാണൂ. നിങ്ങളുടെ മനസ്സിലേ കാണുന്നതൊക്കെ. അതിനെപ്പറ്റി അജിത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി അതിനെപ്പറ്റി പറയണ്ട. പേയ്മെന്റ് സീറ്റൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തില്ല, ഉണ്ടാകുകയില്ല. ഒരു പേയ്മെന്റ് സീറ്റും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഉണ്ടാവുകയില്ല. അല്ല, പാർട്ടിയുടെ ബന്ധപ്പെട്ട സമിതികളൊക്കെ നാനാവശങ്ങൾ പരിശോധിച്ച് കൈക്കൊണ്ട തീരുമാനമാണത്. ആ തീരുമാനം പൊതുവെ പാർട്ടിക്കകത്ത് സ്വീകാര്യമാണ്. ശരി. സി.സി. മുകുന്ദൻ ഒരിക്കലും ശത്രുവായി പാർട്ടി കാണില്ല. അദ്ദേഹത്തെ ശത്രുപാളയത്തിൽ നിർത്തില്ല. അദ്ദേഹത്തിന് പറയാനുള്ളത് പാർട്ടി കേൾക്കും എന്നാണ് ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ സീറ്റിൽ ആരെയാകും സ്ഥാനാർത്ഥിയാക്കുക എന്നതിൽ ഒരു പുനർവിചിന്തനം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് അതുണ്ടാകില്ല എന്ന് പറയുകയാണ്. ഒപ്പം തന്നെ പേയ്മെന്റ് സീറ്റ് ആരോപണം ബിനോയ് വിശ്വം തള്ളുകയും ചെയ്തു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.